ഗോൾഡൻ സൺറൈസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഈ വേദിയിൽ നമ്മൾ പരിചയപ്പെടുത്താറ് ജീവിത വിജയം നേടിയ ആൾക്കാരെ, അതായത് മാനിഫെസ്റ്റേഷൻ മാസ്റ്റേഴ്സ്. ജീവിതത്തിൽ കഠിനമായ വഴികളിലൂടെ സഞ്ചരിച്ച് ജീവിത വിജയം നേടിയ ആൾക്കാരെയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ പരിചയപ്പെടുന്നത്. ഇന്ന് ഞാനിതിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മിനി ശ്രീനിവാസനെയാണ്. മിനി ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ പാലക്കാടിൽ ജനിച്ച് ഇപ്പോൾ കോയമ്പത്തൂർ സെറ്റിലാണ് ആൾ. മില്ലറ്റോളജി എന്ന് പറയുന്ന മില്ലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ബിസിനസ് അവർ ചെയ്യുന്നുണ്ട്. വിശദവിവരങ്ങൾ നമുക്ക് മാഡത്തിനോട് ചോദിച്ചറിയാം. എങ്ങനെയാണ് അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്തത്, അതുപോലെ എങ്ങനെയാണ് ഒരു സ്ത്രീ ഇത്രയും വിജയകരമായ ഒരു ജീവിതഗാഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമുക്ക് മിനി മാഡത്തിൽ നിന്ന് ചോദിച്ചറിയാം. ഓക്കെ മാം, വെൽക്കം ടു ദിസ് ഷോ. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ മാഡത്തിൻ്റെ യാത്ര മില്ലറ്റോളജി, എന്താണ് ഈ ഒരു മില്ലറ്റോളജിയുടെ ഒരു ചരിത്രം ഒന്ന് പറയാമോ? മില്ലറ്റോളജി എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റഡി ഓഫ് മില്ലറ്റ്സ്, അതായത് ബയോളജി, സുവോളജി ഒക്കെ പോലെ ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റിൻ്റെ പഠനമാണ്. അപ്പോൾ ആ പഠനവും അതിനോടനുബന്ധിച്ചുള്ള ബിസിനസ്സുമാണ് ശരിക്കും അതിൻ്റെ ചരിത്രം. മിൽ 8 എന്ന പേരിൽ ആണ് അതാണ് ഞങ്ങളുടെ ബ്രാൻഡ്. അതായത് 8 മില്ലറ്റുകളാണ്, 8 ചെറുധാന്യങ്ങളാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ 8 തരം മില്ലറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ, അതായത് മില്ലറ്റുകളെ വാല്യൂ അഡീഷൻ ചെയ്യുകയും ആ ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുകയുമാണ് നമ്മുടെ സംരംഭം ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇത് ചെയ്യാനുള്ള പ്രേരണ എന്താണ് ഇതിലേക്ക് വരാനുള്ളത്? മറ്റ് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ്സുകളിലൂടെ ഉണ്ടാകുമ്പം ഐ തിങ്ക് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ ഒരു അതായിരുന്നു കോഴ്സൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരാൻ എന്താണ് പ്രചോദനം? ഞാനൊരു 12 വർഷം മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ക്വാളിറ്റി അനലിസ്റ്റ് ആയിരുന്നു. അക്കാലത്ത് അത് വളരെ ന്യൂ ജനറേഷൻ ജോബായിരുന്നു. അങ്ങനെ പക്ഷെ അപ്പോഴൊക്കെ എൻ്റെതായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു. അങ്ങനെ 2017 ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത്. ജോലി റിസൈൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന്, അത്ര എനിക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും വിചാരിക്കുന്ന പോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനൊരു അക്കാലത്ത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ചെറിയ ഏജൻസി എടുത്തു. നാച്ചുറൽ ഫുഡ്സും കോസ്മെറ്റിക്സും ആയിരുന്നു അവർ ചെയ്തിരുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അങ്ങനെ ഞാനതൊരു ചെറിയ ഷോപ്പിട്ട് ഞാൻ ചെയ്തു തുടങ്ങി. അത് ഏകദേശം ഒരു 2-3 മാസമായപ്പോൾ അവിടെ ഒരു വ്യക്തി വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പാക്കറ്റ്സൊക്കെ ചെറുധാന്യങ്ങൾ എന്നറിയപ്പെടും. ഇതിൻ്റെ പേരൊക്കെ തമിഴിലാണ് പറഞ്ഞത്. കുതിരവാലി, ചാമ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കുതിരവാലി, വറക്, അങ്ങനെ തേന, അങ്ങനെ കുറേ വാക്കുകൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് പാരമ്പര്യ ഉണവ് എന്നാണ് ഇതിനെ പറയുക. ഇത് കഴിച്ചാൽ ഇങ്ങനെയാണ്, അങ്ങനെയാണ്. കുറച്ച് വളരെ ക്യാച്ചി ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ബ്രെയിനിലേക്ക് അങ്ങ് കടന്നു എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, ഒന്ന് നിങ്ങൾ തേനും തിനയും മാവും എന്ന് കേട്ടിട്ടില്ലേ? മുരുകനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് തേനും തിനയും മാവും. ഇപ്പോഴും തിനയുടെ മാവാണ് മുരുകക്ഷേത്രത്തിൽ വഴിപാടായിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു വഴിപാടൊക്കെ ചെയ്യണമെങ്കിൽ ആ ഉൽപ്പന്നത്തിന് എത്ര കാലം പഴക്കമുണ്ടായിരിക്കണം, എത്ര പാരമ്പര്യം അതിലുണ്ടാവണം. അത് ഒന്ന്. പിന്നെ വറക് എന്ന് പറഞ്ഞാൽ ഈ ഷുഗർ ഉള്ളവർക്ക് ഒരു വരപ്രസാദം എന്ന് പറയുന്ന ധാന്യമാണ്. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒരു 1/4 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് അദ്ദേഹം പോയി. അപ്പം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം, അദ്ദേഹം ഒരു കർഷകനാണ്, ഈ പ്രോഡക്ട്സ് നമ്മുടെ കടയിൽ വിൽക്കാൻ വയ്ക്കുക എന്ന് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം ആ പാക്കറ്റ്സ് വാങ്ങിക്കാനോ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനോ അവിടെ വന്നില്ല. പക്ഷേ ഞാൻ ദിവസവും ഈ പാക്കറ്റ് എടുത്ത് നോക്കും, എനിക്കിതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവിടെ തന്നെ വെക്കും, പിന്നെ എടുക്കും. അങ്ങനെ ഏതാണ്ട് ഒരു 5-6 മാസം നോക്കിയപ്പോഴേക്കും എനിക്ക് ഈ ഒരു മില്ലറ്റിനോട് ഇതാണ് എൻ്റെ വഴി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, ജനനന്മക്ക് കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലേ? അതെ, അത് ഏകദേശം 2018 ഇന്നത്തെ പോലെ മില്ലറ്റുകളെ കുറിച്ച് ആരും കേട്ടിട്ടില്ല. പിന്നെ ആ കട ഞാൻ ക്ലോസ് ചെയ്തു. ഞാനൊരു ചെറിയ സ്ഥലം, 8x8 സ്ക്വയർ ഫീറ്റേ ഉണ്ടാവുള്ളൂ. അവിടെ ഞാനൊരു പൾവറൈസറും ഒരു റോസ്റ്റർ മെഷീനും വാങ്ങിച്ചു വെച്ചു. എന്തെങ്കിലുമൊക്കെ പൊടിച്ച് അല്ലെങ്കിൽ വറക്കാം, അങ്ങനെ ഓരോരോ ഉൽപ്പന്നങ്ങളായി ഞാൻ ഉണ്ടാക്കി തുടങ്ങി. അന്നൊക്കെ നമ്മളിതൊരാൾക്ക് കൊടുക്കുമ്പോൾ, എസ്പെഷ്യലി കേരളത്തിലൊക്കെ ഞാൻ കൊണ്ടുവന്ന ആർക്കെങ്കിലും റിലേറ്റീവ്സിന് കൊടുക്കുമ്പോൾ പോലും
അവരിത് കാണുമ്പോൾ തിനയൊക്കെ കാണുമ്പോൾ ഇത് പക്ഷിക്ക് കൊടുക്കാനുള്ളതല്ലേ, ഇത് മനുഷ്യർ കഴിക്കുമോ എന്ന് ചോദിക്കും. അതേപോലെ അതിൻ്റെ പുട്ടുപൊടികൾ ഞാൻ ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആദ്യകാലങ്ങളിൽ പുട്ടൊന്നും ഇല്ലാത്ത കാലത്ത് ഞാൻ തന്നെ ആയിരിക്കണം ഒരു ആദ്യകാലങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ പിന്നെ ഈ മില്ലറ്റ്സ് വെച്ചിട്ടുള്ള പുട്ടുകൾ അതൊന്നും മാർക്കറ്റിലില്ല. മാക്സിമം റാഗി ചിലവരൊക്കെ ചെയ്തിരുന്നു. അതും അങ്ങനെ പുട്ടായിട്ടൊന്നുമില്ല, കുറവായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുന്നുകൂടി. എൻ്റെ വീട്ടിൽ പോലും അവർ ഇതൊന്നും കഴിക്കാൻ നമുക്കിഷ്ടാവില്ല അങ്ങനെ. പക്ഷേ ഞാൻ പതുക്കെ ഇതിൽ റിസർച്ച് ചെയ്ത് തുടങ്ങി. ലക്കിലി ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് ആളുകൾ അവരെ പരമ്പരാഗതമായ ഭക്ഷണ രീതിയിൽ നിന്ന് ഒരുപാടൊന്നും പുറകോട്ട് പോയിട്ടില്ലാത്ത ആളുകളായിരുന്നു തമിഴ്നാട്ടിൽ. അവർ ചാമയും തിനയും റാഗി കളിയും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരാണ്. അതുകൊണ്ട് ഒരുപാട് നാട്ടറിവുകൾ എനിക്ക് കിട്ടി. പക്ഷേ എൻ്റെ റിസർച്ചിൻ്റെ എൻ്റെ R&Dയുടെ ആദ്യ പാഠം ആ സാധാരണക്കാരായ മനുഷ്യരിൽ നിന്ന് തന്നെയാണ്. വെരി ഗുഡ്. കർഷകരിൽ നിന്നും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ അവരതിനെക്കുറിച്ച് പറയും, പണ്ടിങ്ങനെ ആയിരുന്നു, ഇതിങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി നോക്കും, എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കാം. അങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ കമ്പനി ആയിട്ട് സ്ഥാപനം തുടങ്ങിയത് എപ്പോഴാണ്? 2018 ഞാൻ ബ്രാൻഡ് അന്നം എന്നുള്ള പേരിൽ ഞാൻ ബ്രാൻഡ് ഇറക്കി തുടങ്ങി. അതെ, ആ സമയത്താണ് മാഡത്തിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഐ തിങ്ക് എറണാകുളത്ത് വെച്ചിട്ട് കാണുന്നത്. അതെ ഏകദേശം. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കും. എനിക്ക് പാക്കിങ്ങിനെ കുറിച്ച് ഒന്നും ഒരു ധാരണയില്ല. നമ്മുടെ ഫാമിലിയിൽ ഒരു 5 ജനറേഷനോളം കേട്ടത് വെച്ച് നോക്കിയപ്പോൾ ഒരു ബിസിനസ്സുകാരിയോ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഒരു കൗണ്ടറിൻ്റെ പിന്നിൽ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കിത് എങ്ങനെ പാക്ക് ചെയ്യണം, ഇത് എന്തൊക്കെ നോംസ് ഉണ്ട്, ഒന്നും അറിയാത്തൊരവസ്ഥയിൽ നിന്ന് കുറേശ്ശെ പിന്നെ തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അവിടെ ഞാൻ കുറച്ച് ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ കുറേശ്ശെ ഞാൻ ഈ മില്ലറ്റിലേക്ക് വന്നു. 2020 തോന്നുന്നു സാറിൻ്റെ പരിപാടി ഞാൻ നിർവ്വഹണം. അതെ. അപ്പോൾ എന്താ പറയുക, അന്ന് ഒരു വാചകം സാറ് പറഞ്ഞിരുന്നു. അന്ന് ആൽക്കെമിസ്റ്റ് നമ്മൾ ഒരുപാട് കോട്ട് ചെയ്യുമായിരുന്നു. അന്ന് സാറ് പറഞ്ഞത്, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചവും നമുക്ക് ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ അതിനുവേണ്ടി നമുക്ക് വേണ്ടി ശ്രമിക്കും. ഞാൻ പറയും, ഈ പ്രപഞ്ചവും ചുറ്റുമുള്ള ആളുകൾ മാത്രമല്ല, ഈ ഗവൺമെൻറ്റും സർക്കാരും. കാരണം 2023 എന്നൊരു വർഷം ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ ആയി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. നിങ്ങളുടെ വിഷ്വലൈസേഷൻസ് എല്ലാം ശരിക്കും മാനിഫെസ്റ്റ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. അതെ, 2017 ഇത് തുടങ്ങുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയും എനിക്കറിയില്ല ഇങ്ങനൊരു 2023 ഇങ്ങനൊരു മില്ലറ്റ് ഇയർ വരുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു സാധ്യതയോ, ഇനി അങ്ങനെ ഒരു ഇയറിന് ഡിക്ലെയർ ചെയ്താൽ തന്നെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവോ, ഒന്നും എനിക്കറിയാത്തൊരു കാലത്ത് ഇതിലേക്ക് വന്നതുകൊണ്ടും അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഭാഗമായി പല സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ട് അവരുടെ ഡാറ്റാ ബേസിലൊക്കെ ഞാൻ കയറി പറ്റിയതുകൊണ്ടും ഗവൺമെൻറ്റിൻ്റെ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുടെ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, MSMEയുടെ അങ്ങനെയുള്ള എല്ലാറ്റിലും വന്നതുകൊണ്ടും ഇൻ്റർനാഷണൽ മില്ലറ്റ് ഇയർ വന്നപ്പോൾ നമ്മൾ ഒരു പടി മുന്നിലായി എന്നുള്ളതാണ്. സോ ഇപ്പോൾ കമ്പനിയുടെ അവസ്ഥ എന്താണ്? ഇപ്പം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കമ്പനി ഞാൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി. ഞങ്ങൾ 2 ഡയറക്ടേഴ്സാണ്, ഞാനും ഹസ്ബൻഡ്. അപ്പോൾ ഞാനാണ് ഫൗണ്ടർ. അതിൽ മിൽ 8 എന്നുള്ള പേര്, കാരണം അന്നം എന്നുള്ള പേര് നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മിൽ 8 എന്നുള്ള പേര് ബ്രാൻഡായി ഇറക്കി. ഇപ്പോൾ നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലെല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ച് നമ്മൾ പ്രോഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട്. എക്സ്പോർട്ട് നമ്മുടെ ബ്രാൻഡ് അല്ലാതെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡായിട്ട് കൊടുക്കാനുള്ള ഒരുപാട് ടോക്സ് വളരെ അടുത്ത് വെച്ചാൽ ഉടനെ എക്സ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള ടോക്സ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് അതൊരു പ്രോഫിറ്റ് ഇതിലോട്ട് വന്നോ കമ്പനി? ഇപ്പോൾ കമ്പനി പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാം, ബ്രേക്ക് ഈവൺ ആണ് എന്ന് വെച്ചാൽ. അതെ നമ്മൾ ഒരുപാട് പിന്നെ ഒരു കുറച്ച് പേർക്ക് നമ്മളൊരു 15ഓളം അതിലപ്പുറം ആളുകൾക്ക് അവരുടെ ജീവിതമാർഗമായിട്ട് ഇത് സാധിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ ശമ്പളം അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗം നമ്മുടെ കമ്പനിയാണ്. കമ്പനി ഞാൻ ആ ചെറിയ സെറ്റപ്പിൽ നിന്ന് 2 വലിയ ഫാക്ടറി ആയിട്ട് ഉയർത്തി. രണ്ടും കൂടെ ഒരു 10,000-ൽ മേലെ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. നമ്മൾ 2 ഫാക്ടറി ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഒരു ഭാഗത്തും പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് 2ആയിട്ട് നമ്മൾ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ മാഡം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും അതുപോലെ മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷമുള്ള ഓൺലൈൻ സെഷൻസിലൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു വിഷ്വലൈസേഷൻ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട്? അതുപോലെ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ് ഇങ്ങനെയൊക്കെ നമ്മൾ ശീലിച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തെ ഈ സ്ട്രെസ്, പ്രത്യേകിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്നതോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതോറും സ്ട്രെസ്സ് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അന്ന് പഠിച്ച, അതായത് ഞാൻ ഒരിക്കൽ കാറിൽ കോയമ്പത്തൂർക്ക് പോകുമ്പോഴാണ് സാറിൻ്റെ വീഡിയോ ഞാൻ ആദ്യം കാണുന്നത്. ഒരു പക്ഷേ ലോ ഓഫ് അട്രാക്ഷനിൽ പിന്നീട് ഞാൻ ഒരുപാട് സഞ്ചരിച്ചെങ്കിലും എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു സംഭവം
ഞാൻ കേൾക്കുന്നതും അങ്ങനെ ആ വീഡിയോ എന്നാണ്. അങ്ങനെയാണ് പിന്നെ ഞാൻ നമ്മുടെ വാട്സാപ്പ് ഇതിൽ മെമ്പർ ആവുന്നതും പിന്നെ ഞാൻ നിർവ്വാണ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ. നമ്മുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ആ കോർ വാല്യൂസ്, ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് തന്നെ. ശരിക്കും തീർച്ചയായിട്ടും സാറിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു അന്നത്തെ ആ ഒരു അത് എത്രത്തോളം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ നടക്കും. ഇല്ലാത്തവർക്ക് ഉള്ളതും കൂടെ പോവും എന്നൊക്കെയുള്ള നമ്മുടെ പാഠങ്ങൾ. ഉള്ളതിനോടുള്ള നന്ദി കൂടിക്കൊണ്ടിരിക്കണം, ഇല്ലാത്തവന് നന്ദി ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കടന്നു പോകും. അതെ അതെ, വിഷ്വലൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡൊക്കെ പറയും ഞാനൊരു വിഷ്വലൈസേഷൻ മാസ്റ്ററാണ്. എനിക്കൊരു സാധനം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് എന്നിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. അതായത് ഒരു ഹയർ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ എപ്പോഴും നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സമ്മർദ്ദങ്ങൾ തീർച്ചയായിട്ടും ലൈഫ് അങ്ങനെയല്ലേ, അതെ അതെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് അതായിരിക്കും സമ്മർദ്ദം, ഒരു പ്രശ്നം ഇല്ലല്ലോ എന്നുള്ളത്. ഇപ്പൊ യാത്രകളും അതുപോലെ തന്നെ പിന്നെ മീറ്റിങ്ങുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോഷനൊക്കെ ആയിട്ട് ഒരുപാട് യാത്രകളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഒരുപാട് നമ്മൾ ദൂരദർശനൊക്കെ നമ്മളെ വിളിച്ച് ഇൻ്റർവ്യൂസ് ചെയ്തിരുന്നു. ആകാശവാണി തൃശ്ശൂർ പിന്നെ FM നമ്മളെ വിളിച്ച് ഒന്നിൽ കൂടുതൽ സെഷൻസ് ചെയ്തിരുന്നു. അവർ ഓഫ്ലൈനായി ചെയ്തത് നമ്മളെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ കാന്തല്ലൂർ ബേസ് ചെയ്തിട്ട് ഒരു ലെനോയുടെ ഇതായിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റിൽ ഞാൻ 1 വർഷമായിട്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റ് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലെ ഒരു സാധാരണക്കാരിക്ക് എത്താവുന്ന, നമ്മൾ എപ്പോഴും ലിമിറ്റ് പാടില്ല നമ്മുടെ ആഗ്രഹങ്ങൾ കാണും. എങ്കിലും ഞാൻ ചിലപ്പോൾ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ലൈഫ് ഒരു വിസ്മയമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതെ, എങ്ങനെയാണ് ഇതിപ്പം ഇങ്ങനെ ഒരുപാട് പിന്നെ ശ്രമിച്ചിട്ടും കയറി വരാത്ത ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ, ഇപ്പം സ്ത്രീകളൊക്കെ ഒരുപാട് ബിസിനസ്സിലോട്ടൊക്കെ ഒരുപാട് സ്ത്രീകളൊക്കെ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് സത്യത്തിൽ മാഡത്തിനെ പോലുള്ള ഒരു പ്രചോദനമാണ്. എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു സ്പെഷ്യൽ മെസ്സേജ്, പ്രത്യേകിച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണേണ്ടത്? പൊതുവെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അതിന് ശേഷം ഒരു സംഭവം നമുക്ക് വന്നതിന് ശേഷം നമ്മളതാവാം എന്ന് ആഗ്രഹിക്കുക. അങ്ങനെയല്ല, നിങ്ങൾ എന്താവണമെന്ന് ആഗ്രഹിക്കുന്നു ആ ഒരു രീതിയിൽ, ആ ഒരു വൈബ്രേഷനിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നമുക്കൊരു ബിസിനസ് നല്ലൊരു ഓൺട്രപ്രണറായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴത്തന്നെ ഒരു ഓൺട്രപ്രണറായിട്ട് ഉള്ള ലൈഫ് നിങ്ങൾ തുടങ്ങണം. എന്നുവെച്ചാൽ നമ്മുടെ സ്ട്രഗിൾസിൻ്റെ ഇടയിലും അങ്ങനെ ഒരു ജീവിതം നമുക്ക് കിട്ടിയതായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കും. അതെ, അല്ലാണ്ട് നമ്മൾ ദിവസം അമ്പലത്തിൽ പോകണം, ദൈവത്തിനൊരു മെമ്മോറാണ്ടം കൊടുക്കുന്നു, ഇതൊക്കെ ശരിയാക്കിയിട്ട് എന്നാ ഇനി നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ അല്ല. ഉറപ്പായിട്ടും ഈ പ്രപഞ്ചത്തിൽ ഇതൊക്കെ നിസ്സാരമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ഗുരുതരമാണെങ്കിലും പ്രപഞ്ചത്തിന് അത് നിസ്സാരമാണ്. സോ അത് നമുക്കത് വളരെ പെട്ടെന്ന് പ്രപഞ്ചം സാധിച്ചു തരും. പ്രപഞ്ചത്തിനെ വിശ്വസിക്കണം. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളതായി തീരുമെന്ന് വിശ്വസിക്കണം, നമ്മളെ വിശ്വസിക്കണം. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്ന് വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വളരെ ലോവർ ഫ്രീക്വൻസിയിലൊക്കെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഒക്കെ ഒരുപാട് നമ്മളെ സഹായിക്കും. നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ അത് നമുക്കൊരു ബേസ് ആവും. പിന്നെ കാലക്രമേണ നമുക്ക് അതില്ലെങ്കിലും വിഷ്വലൈസ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു അതിൽ തന്നെ സഞ്ചരിക്കും. അതെ, നമ്മൾ ആ വഴിയിൽ ആ യാത്ര തുടങ്ങാനാണ് നമുക്ക് ശരിക്കും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് വേണ്ടത്. അത് നമുക്ക് സാറിനെ പോലുള്ള ഗുരുക്കന്മാരുടെ സഹായങ്ങൾ, അവരുടെ വീഡിയോസ് അതൊക്കെ കണ്ടാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഗുണം ചെയ്യും, ഉറപ്പാണത്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജനങ്ങളുടെ ഭക്ഷണ രീതി മാറ്റുവാണോ? പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലൊക്കെ ചോറ് കിട്ടാതെ, ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കൊന്നും വൈകുന്നേരം ചോറിനകത്ത് കിടക്കാൻ പറ്റത്തില്ല, അല്ല ഉറക്കം വരത്തില്ലെന്ന് പറയും. ഇപ്പോൾ ഈ ചോറ് മാറ്റി അതുള്ള ഒരു ഭക്ഷണ രീതിയിലോട്ട് മില്ലറ്റുകൾ കേരളത്തിലും പ്രചാരത്തിൽ വരുമോ? ആക്ച്വലി സർ, നമ്മളൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ആദ്യം അമ്മയുടെ പാല് കൊടുക്കുന്നു. ആ പാല് കൊടുത്തിട്ട് ആദ്യമായിട്ട് ആ കുട്ടിക്ക് കൊടുക്കുന്നൊരു ധാന്യം എന്ന് പറയുന്നത് എന്താണ്? ചോറല്ല, റാഗിയാണ്. അതൊരു മില്ലറ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഈ മില്ലറ്റാണ് നമ്മൾ ആദ്യം തന്നെ കഴിക്കുന്നത്. പിന്നീട് നമ്മൾ 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും അപ്പോഴും നമ്മൾ ചോറ് കൊടുക്കില്ല കുട്ടികൾക്ക്, വീണ്ടും കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു ജീവിതം ഇതൊരിക്കലും പുതിയൊരു കാര്യമേ അല്ല. നമ്മൾ പണ്ടൊക്കെ ഏകാദശി വ്രതമൊക്കെ എടുക്കില്ലേ, ചാമകഞ്ഞിയാണ് നമ്മൾ കുടിക്കുക. ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു പുതിയ കാര്യമല്ല പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഒരു കാര്യം പഴയ പാരമ്പര്യത്തെ തിരിച്ചു കൊണ്ടുവരിക. പല കാരണങ്ങൾ കൊണ്ട് യാത്രയിൽ എവിടെയോ വെച്ച് നമ്മൾ വിട്ടുപോയ ഒരു കാര്യത്തെയാണ് നമ്മൾ വീണ്ടും എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. 100% ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ, പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സാധിക്കും. അതെ, തീർച്ചയായിട്ടും. പണ്ട് ചാമ എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളുടെ സുഹൃത്താണ് ചാമ എന്നാണ് പറയാം.
സ്ത്രീകൾക്ക് വരുന്ന സ്ത്രീജന്യമായ പല അസുഖങ്ങൾക്കും ചാമ നല്ലൊരു റെമഡിയാണ്. എന്നുവെച്ചാൽ ആ ഒരു അതുകൊണ്ടാണ് ഈ പൊതുവേ ഈ ഏകാദശി വ്രതമൊക്കെ സ്ത്രീകളാണല്ലോ എടുക്കുന്നത്. അവർക്ക് എനർജിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ചാമയൊക്കെ കുടിക്കാൻ പറയുന്നത്. അരിയുടെ കഞ്ഞിയല്ല കുടിക്കുക. സാറ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മിക്ക വ്രതങ്ങളിലും അരിയില്ല ആഹാരം. അരി കഴിച്ചതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല, പക്ഷേ അരി കഴിക്കുമ്പോൾ അത് ഒരു 40 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് അതൊരു ഗ്ലൂക്കോസ് ഫോമാറ്റിലാവണം. അതിനെ എനർജിയായി കൺവേർട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റി നമുക്കില്ല. പണ്ട് പഴങ്കഞ്ഞി കഴിച്ചിരുന്നു, ചോറുണ്ടിരുന്നു, അത് കഴിഞ്ഞ് അവർ നേരെ പാടത്തേക്ക് ഇറങ്ങി അധ്വാനിക്കുമായിരുന്നു. അപ്പോൾ അവർ അത് എനർജിയായി കൺവേർട്ട് ആവും. ഇന്ന് നമുക്കതില്ല. നമ്മൾക്കുള്ള ചെറിയ ആക്ടിവിറ്റി, ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ അവർ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജോലി ചെയ്യുന്നു, തിരിച്ച് വന്ന് ഡ്രസ്സ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അവർ ചിലപ്പോൾ ഒരു വണ്ടിയിലേക്കായിരിക്കും കയറുന്നത്, അവർ ആക്ടിവിറ്റി കഴിഞ്ഞു. സോ ഇത്തരം ചെറിയ ആക്ടിവിറ്റിയിൽ എനർജിയായി കൺവേർട്ട് ചെയ്യാവുന്ന ആഹാര രീതി, അതായത് വളരെ കുറച്ച് മാത്രം ഗ്ലൂക്കോസായി മാറുകയും അത് അപ്പപ്പോൾ എനർജിയായി കൺവേർട്ട് ആകുകയും ചെയ്യുന്ന, അതുകൊണ്ടാണ് നമ്മൾ മില്ലറ്റ്സിനെ പറയുന്നത്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും ചോറ് ഉപേക്ഷിച്ച് അയ്യോ ഇനി ചോറ് കഴിക്കാൻ പറ്റില്ല അങ്ങനെ അവസ്ഥയല്ല. കഴിയുന്നതും ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നു, ലോങ് അവേഴ്സ് പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഭക്ഷണം മോർണിംഗ് കഴിക്കുമ്പോൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അരിയുടെ ഇട്ട് കൊടുക്കുന്നത്, അതിന് പകരം നമ്മളൊരു മില്ലറ്റ് കഴിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നമുക്കത് എനർജിയായി കൺവേർട്ട് ആവും. എന്നിട്ട് ഉച്ചയ്ക്ക് നല്ല തവിടുള്ള ചോറുണ്ടോളൂ, കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ഒരു നേരമെങ്കിലും ചെറുധാന്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്നാണ്. അതുകൊണ്ടാണ് കോവിഡിന് ശേഷം, കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ആക്രമിച്ചത് നമ്മുടെ ലങ്സാണ്. നമ്മുടെ ഏറ്റവും പ്രശ്നമായത് നമ്മുടെ ലങ്സാണ്. ഇപ്പോൾ തിനയൊക്കെ ലങ്സിന് ഏറ്റവും നല്ലതാണ്, ശക്തിപ്പെടുത്താൻ വളരെ നമ്മുടെ ഓക്സിജൻ്റെ അളവിനെയൊക്കെ കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് കോവിഡ് സമയത്താണ് ആൾക്കാർ മനസ്സിലാക്കിയത് നമുക്കുള്ള പേര്, പ്രശസ്തി, പുകഴ്, പണം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും വേണ്ടത് ആരോഗ്യമാണ്. നമുക്കറിയാം SP സാർ അടക്കമുള്ള എത്ര പേരാണ് നമ്മളെ വിട്ടു പോയത്. നമുക്ക് പണത്തിനോ അല്ലെങ്കിൽ വേറെ എന്തിനോ അവരെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇനിയും വൈറസുകൾ വരാമെന്നുള്ളതൊരു സത്യമാണ്. നമ്മൾ അതിനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതേ റെമഡിയുള്ളൂ. വൈറസുകൾ വരാതെ തടുക്കാനുള്ളതെല്ലാം ചെയ്യാം, പക്ഷേ വൈറസുകൾ വന്നിട്ടേ ഇരിക്കും, രൂപം മാറി പേരുകളിൽ വരും. അപ്പോൾ നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കാൻ ശക്തിപ്പെടുത്തുക എന്ന് മാത്രമാണ്. അതാണ് നിങ്ങളുടെ ഉദ്ദേശം തന്നെ. അതെ, അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം നമ്മുടെ പരമ്പരാഗതമായ ഭക്ഷണത്തിലേക്ക്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഈ അരിയായിട്ട് മില്ലറ്റ് കഴിക്കാൻ പറയുമ്പോൾ ആളുകൾക്ക് ഇത് ഉണ്ടാക്കാൻ അറിയില്ല, അതിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ അറിയില്ല. സോ അതുകൊണ്ട് ഇതിൻ്റെ മൂല്യവർദ്ധന വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അവർക്കത് പെട്ടെന്ന് അവരുടെ മോഡേൺ ടേസ്റ്റുമായിട്ട് ഈ പരമ്പരാഗതമായ ധാന്യങ്ങളെ അവരുടെ ആ ഒരു മോഡേൺ ടേസ്റ്റുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യിക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ. വെരി ഗുഡ്. അപ്പോൾ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ലഭ്യമാണോ? നമ്മളുടെ ഓൺലൈൻ, നമ്മുടെ എക്സ്ക്ലൂസീവ് ഇ-കോമേഴ്സ് സൈറ്റ് ഉണ്ട്, milletology.com, അവിടെ ഇത് ലഭ്യമാണ്. പിന്നെ അതല്ലാണ്ട് ഫേമസ് ആയിട്ടുള്ള പല ഇതിലും നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ? നമ്മൾ ഒരുപാട് അങ്ങനെ, നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രീമിയം പ്രോഡക്റ്റ് ആണ്. ഇത് ഒരു പാക്കറ്റ് ആയപ്പോലും അത് കൃത്യമായ ആളുകളിലേക്ക് എത്തണം എന്നുള്ളൊരു, തീർച്ചയായിട്ടും, അല്ലാണ്ട് ഒരിക്കലും ഇത് നശിച്ചു പോവുകയോ കേടുവരാനോ ഒന്നും പാടില്ല. അതുകൊണ്ട് സെലക്റ്റഡ് ആയ സ്ഥലത്ത് ഒരുപാട് ഡംപ് ചെയ്യാറില്ല. പക്ഷേ എവിടെയൊക്കെയാണ് കൊടുക്കുന്നത്? കേരളത്തിൽ കൊച്ചിയിലുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്, കോയമ്പത്തൂരുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളും, കോഴിക്കോടുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഷോപ്പുകളിലേക്കൊക്കെ വ്യാപിക്കാൻ ഇനി അവസരങ്ങൾ ഉണ്ടാവുന്നു. ആ വിഷ്വലൈസേഷൻ വരുന്നുണ്ടാവുമല്ലോ തീർച്ചയായും. അതുപോലെ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അതുപോലെ ഈ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം വളരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ അവാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ബിസിനസ് എക്സലൻസ് അവാർഡ്സ്. തീർച്ചയായിട്ടും അതൊക്കെ ഒരു അപ്രിസിയേഷനാണ്. കാരണം നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള കരുത്താണ് അവാർഡുകളൊക്കെ തരുന്നത്. മിനി ശ്രീനിവാസനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്നാമത്, നമുക്ക് ജീവിതത്തെ നന്നായി വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത്, ഒരു എൻഡ് റിസൾട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. പിന്നെ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ലൈഫ് പർപ്പസ് കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനം, സമൂഹത്തിന് നന്മയുള്ള എന്തെങ്കിലും സാധനങ്ങളും സേവനങ്ങളും നമ്മൾ എപ്പോൾ കൊടുക്കാൻ തയ്യാറാവുന്നോ അതൊക്കെ പ്രപഞ്ചം കൂടി അതിൻ്റെ പ്രൊമോഷന് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥിരോത്സാഹവും അടങ്ങാത്ത ആവേശവും മുന്നോട്ട് പോകാനുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ മിനി മാഡത്തിനെ പോലെയുള്ള ഓണ്ടർപ്രണേഴ്സ് നമുക്ക് എന്നും
പ്രചോദനമാണ്. അതോടൊപ്പം ലോ ഓഫ് അട്രാക്ഷനും വിഷ്വലൈസേഷനും ഒക്കെ അവരുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ ഒരുപാട് നടത്താൻ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരൊരു മാനിഫെസ്റ്റേഷൻ മാസ്റ്ററായി മാറിയിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കും ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇതുപോലുള്ള അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മിനി മാഡത്തിന് നമ്മളുടെ മധുബാലൻ ടോക്ക് ഷോയുടെ ഗോൾഡൻ സൺറൈസിൻ്റെ ഒരു ചെറിയ ഉപഹാരം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. താങ്ക് യു മിനി മാഡം ഫോർ യുവർ വണ്ടർഫുൾ പ്രസൻസ്. താങ്ക് യു സർ. ഒരു ഉപഹാരം. താങ്ക് യു സർ.